ഹായ്, എല്ലാവർക്കും സലു കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ സമീറ. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് വളരെ റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു ഹെൽത്തി ജ്യൂസാണ്. ടൊമാറ്റോയും ക്യാരറ്റും വെച്ചാണ് ഞാൻ ഈ ജ്യൂസ് തയ്യാറാക്കുന്നത്. ഇത് രണ്ടും മാത്രമല്ല കേട്ടോ, ഇതിലേക്ക് 1-2 ഐറ്റം കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ ജ്യൂസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഈ ഒരു ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 4 ക്യാരറ്റ് ഇതുപോലെ പീൽ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് 3 ടൊമാറ്റോയും എടുത്തിട്ടുണ്ട്. ഈ ക്യാരറ്റും ടൊമാറ്റോയും കൂടി ചേരുമ്പോൾ നല്ല ഒരു ടേസ്റ്റാണ്. ഇനി നിങ്ങൾക്ക് ടൊമാറ്റോ ഇഷ്ടമില്ലെങ്കിൽ അത് ഒഴിവാക്കാവുന്നതാണ്. പിന്നെ ഞാൻ ഒരു നെല്ലിക്ക എടുത്തിട്ടുണ്ട്. നെല്ലിക്ക കുരു കളഞ്ഞെടുക്കും. ഒരു ചെറിയ പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് ഒരു നാരങ്ങയും വേണം. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതെല്ലാം ഞാനിവിടെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നെല്ലിക്കയുടെ കുരു കളഞ്ഞ് മുറിച്ചെടുത്ത് വെച്ചിരിക്കുന്നതാണ്. മിക്സിയുടെ ജാർ എടുത്തിട്ട് ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇതെല്ലാം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് പഞ്ചസാരയും ചേർത്തടിക്കാം, അതല്ലെങ്കിൽ ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് ചേർത്തും അടിക്കാവുന്നതാണ്. ഇതിപ്പോൾ ഞാൻ ഇവിടെ പഞ്ചസാര ചേർത്താണ് അടിച്ചെടുക്കാൻ പോകുന്നത്. ഇതിലേക്ക് ഇനി ഞാൻ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. മധുരമൊക്കെ നമ്മളുടെ പാകത്തിന് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഞാനിവിടെ 1 കപ്പോളം നല്ല തണുത്ത വെള്ളം എടുത്തിട്ടുണ്ട്. അതും കൂടി ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇത്രയും മതിയാകും. ഇനി നമുക്ക് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു അരിപ്പ് വെച്ചിട്ട് അരിച്ചൊഴിക്കാം. ഇതുപോലെ അരിച്ച് എന്നെ എടുക്കണം, അല്ലെങ്കിൽ ഇതിൻ്റെ കൊത്തൊരു ഡിസ്റ്റർബ് ആയിരിക്കും. അരിച്ചെടുക്കുന്നതാണ് നല്ലത്. ഇതിവിടെ ഞാൻ അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ നാരങ്ങ എടുത്ത് വെച്ചിരിക്കുന്നത് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കണം. ചെറിയൊരു പുളിപ്പൊക്കെ ഉണ്ടെങ്കിലേ ഈ ഒരു ജ്യൂസ് കുടിക്കാൻ ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ഈ ജ്യൂസ് തന്നെ നമുക്ക് ഉപ്പും ഇട്ട് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ പഞ്ചസാരയും ഇട്ട് തയ്യാറാക്കാവുന്നതാണ്. അതൊക്കെ നമ്മളുടെ ഇഷ്ടമാണ് കേട്ടോ. ഒരു നാരങ്ങ ഫുള്ളായിട്ട് ഞാൻ ഇതിലേക്ക് പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട്. എന്നിട്ടിത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്ക് ഗ്ലാസ്സിലേക്ക് ഐസ് ഇട്ടിട്ട് ഈ ജ്യൂസ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. സെർവ് ചെയ്യുന്ന ഗ്ലാസ്സിലേക്ക് ഞാൻ 2 ക്യൂബ് ഐസ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഈ ജ്യൂസ് നമ്മൾ ഒഴിക്കുന്നതിന് മുൻപ് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത ശേഷം ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല അടിപൊളി റിഫ്രഷിംഗ് ആയിട്ടുള്ള ക്യാരറ്റ് ടൊമാറ്റോ ജ്യൂസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് പഞ്ചസാര ചേർത്തുകൊണ്ട് തയ്യാറാക്കി എടുക്കാവുന്നതാണ്, അതല്ലെങ്കിൽ ഉപ്പിട്ടും എടുക്കാവുന്നതാണ്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുത്താൽ മതി. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നല്ല റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു ജ്യൂസാണ്. ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾക്ക് ഇത് ഇഷ്ടമാണെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അതുപോലെ തന്നെ സലു കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഈസി റെസിപ്പികൾക്കായി സലു കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.